നട്ടല്ലാത്തവൻ, പേടിത്തൊണ്ടൻ, എന്തൊക്കെയായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലൊന്നും വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? സോറി. അല്ല, ബാക്കിയുള്ളവർ എന്താ പറയാ പോണേ? നിങ്ങൾ പെമ്പിളേരെ കൊണ്ട് കണ്ണിക്കണ്ട ബാറിലൊക്കെ പോയതുകൊണ്ട് ഐവി ക്യാൻസൽ ആയിരുന്നോ? ബാറല്ല, ഷാക്ക്. മിണ്ടരുത്. അവന്റെ എടാ, നിനക്കെങ്കിലും കുറച്ച് ഉത്തരവാദിത്തമാണെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ദേ ആൾക്കാർ ചോദിച്ചു തുടങ്ങി. എനിക്കൊന്നും അറിയണ്ട കേട്ടോ. എടാ, കുപ്പി എടുത്ത് മാറ്റിയതും ക്ലൂ ഒളിപ്പിച്ചത് ഈ ബാറിലേക്ക് കൊണ്ടുപോയതൊക്കെ അവരുടെ പ്ലാൻ ആയിരുന്നു. എന്നുവെച്ച് അത് സമ്മതിച്ചു കൊടുക്കണോ? പെൺകുട്ടികൾ രാത്രി കറങ്ങി കിടക്കണം, ഡ്രിങ്ക് ചെയ്യണതൊന്നും ശരിയല്ലെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് റൂമിലേക്ക് കൊണ്ടുവരായിരുന്നു. അല്ലാണ്ട് രാത്രി മൊത്തം അവരോട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കല്ല വേണ്ടത്. ആമ്പിള്ളേർക്ക് വെള്ളം അടിക്കാം, സിഗരറ്റ് വലിക്കാം, ഏപ്പടം കാണാം, രാത്രി മൊത്തം കറങ്ങി നടക്കാം. ഒരു പെൺകുട്ടി ചെയ്തപ്പോ ഇഷ്യൂ അല്ലേ? നിങ്ങൾ ഇത്ര സെക്സിസ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. റേസിസ്റ്റ്. ഹായ് ദിയ. ശരിയാ, ഞങ്ങള് ഭയങ്കര സെക്സിസ്റ്റാ. കുറ്റം നിങ്ങളുടെ ഒന്നല്ല, ഞങ്ങളല്ലേ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയത്. ഇതൊന്നും പറഞ്ഞ് തർക്കിച്ചോണ്ടിരുന്നിട്ട് ഇനി ഒരു കാര്യമില്ല. അടുത്ത എന്താ ചെയ്യാൻ പറ്റുക നോക്കാം. അക്ഷയ വിചാരിച്ച എന്തെങ്കിലും നടക്കും. ക്ലാസ്സിൽ സാറിന് കുറച്ചെങ്കിലും മതിപ്പുണ്ടെങ്കിൽ ശിവനോടാ. ആണോ? പിന്നല്ലേ? കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തകം. ഒരു ഹിപ്പി വില്ലേജ് കാണാൻ പോക്കാം. അതുപോലെ കോട്ടയ്ക്ക് തന്നെ പോണവന് ബ്ലഡി ഫുൾ. ഞങ്ങൾ അറിയാണ്ട് ഹോട്ടലിൽ നിന്ന് പുറത്തു പോവുക, ഡ്രിങ്കിങ്, അതും പെണ്ണുങ്ങളുടെ കൂടെ. നിങ്ങളുടെ പേരൻസിനെ അറിയിച്ച എത്ര വലിയ ഇഷ്യൂ ആണെന്നറിയോ? സ്റ്റുഡൻസിന് അടുത്ത് ബാഗ് പാക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയും. നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് തിരിക്കണം. യു മേ ഗോ നൗ. ആസ് യു ഓൾ നോ, ഐവി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വളരെ കുറച്ച് കണ്ടീഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നലെ രാത്രി നിങ്ങളിൽ ചിലർ അതെല്ലാം കൂടി ഒരുമിച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. അങ്ങേരവിടെ സ്തുതി വിളിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു? ഐവി ക്യാൻസൽ ചെയ്യുന്നതിൽ ഗോവ, ബീച്ച്, സൺഡൗൺ, പാർട്ടി, ഒലക്കയുടെ മൂഡ്. ക്ലാസ്സിലെല്ലാവരെയും ഫേസ് ചെയ്യാൻ തന്നെ മടിയാവുന്നു. പോട്ടെടാ ചുമ്മാ. വൺ ലാസ്റ്റ് ചാൻസ്. ഇനി ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. ഓക്കെ? ഓക്കെ സർ. യു മേ ഗോ നൗ. ലവ്ലി, എനി പ്രോബ്ലം? അമേരിക്കക്കാരൻ ഡോക്ടർ, അമ്മയുടെ ചോയ്സ്, അച്ഛന് സമ്മതം. പെണ്ണുകാണിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഈ ഐവിക്ക് വന്നത്. പക്ഷെ ഇപ്പൊ ഐവി ക്യാൻസൽ ആയില്ലേ, ഇനി കാണാതെ വേറെ നിവൃത്തിയില്ല. ഇവിടെ ഞാൻ എങ്ങനെ വിളക്കും? അമേരിക്ക. ഗ്രേറ്റ്. All of you are my favorite students. നിങ്ങളുടെയൊക്കെ മോൻ കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. So that we are packing the bags and going to Goa. ഗോവയോ? അമേരിക്കക്കാരൻ അമേരിക്കയ്ക്ക് പോട്ടെ ലവ്ലി, നമുക്ക് ഗോവയ്ക്ക് പോവാം. ഐവി സ്റ്റാർട്ടാൻ വെയിറ്റിംഗ് കരുതി കുരിശൊന്ന് ഓഫാൻ. എന്നാലും ഈ സാറിന്റെ മനസ്സ് എങ്ങനെയാ മാറിയത്? സിമ്പിൾ. സർവീസിന്റെ പുറകെ കട്ട പ്രേമം. അത് നിനക്ക് എങ്ങനെ അറിയാം? വല്ലപ്പോഴൊക്കെ സ്റ്റാഫ് റൂമിൽ കയറണം. അതെങ്ങനെയാ? ക്ലാസ് റൂമിൽ പോലും കയറാറില്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ നമുക്ക് സാറിനോട് പോയൊരു താങ്ക്സ് പറയാം അല്ലേ? താങ്ക്സ് ഒക്കെ ഇവിടെ നിൽക്കട്ടെ, ആദ്യം ഒരു സോറി പറയാം. കറക്റ്റ്. ദാറ്റ്സ് ഓക്കെ. സോറി ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ കുറച്ചുണ്ടാക്കിയ പ്രശ്നത്തിന് മറ്റുള്ളവരെ പണിഷ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഇനി അങ്ങോട്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. അക്ഷയ്, തനിക്ക് ആരോടെന്തോ പറയാനില്ലേ? ടീച്ചേഴ്സ് അറിയാതെ ക്ലാസ് റൂമിലൊന്നും നടക്കത്തില്ല. ഡോ, തന്നോടും കൂടെ. സാർ ഇവിടെ നിൽക്കുവാണല്ലേ? വരുന്നില്ലേ? വേഗം വാ സാർ. അല്ല, ഞാനിപ്പോ വരാം. ഞാൻ പുറത്തന്നെ ഉണ്ട്.
എന്താടോ എന്താടോ ഒരു തമാശ? ആ പറ, ഞാനോടും ചിരിക്കട്ടെ. അല്ല, ഈ സ്റ്റുഡൻസ് അറിയാണ്ട് സ്റ്റാഫ് റൂമിലും ഒന്നും നടക്കാറില്ല. അല്ല അങ്ങനെയൊന്നുമില്ല. സൺസെറ്റ്, നൈസ് നൈസ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്, ലവ്ലി സൺസെറ്റ്. നൈസാ. കണ്ടിട്ട് വന്നാ മതി. അങ്ങനെ ഹംപിയിൽ ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റിന് ശേഷം അവരെല്ലാരും തിരിച്ചു സൺറൈസ് കാണാനായി ഗോവയിലേക്ക്. നമുക്കൊരു മൂവി പ്ലേ ചെയ്താലോ? എല്ലാരും ഇരുന്നേ, സിനിമ ഇടാൻ പോവാണ്. ഇരുന്നേ ഡീ മോളെ. ഒന്നിങ്ങി വാ. നീ മൂവി ഒന്ന് പ്ലേ ആവോ? ചെല്ല്. അയ്യോ, പർവ്വതം പോലെ ടിവിയുടെ മുമ്പിൽ നിൽക്കാണ്ട് എവിടെയെങ്കിലും പോയി ഇരിക്കടി. എന്റെ സീറ്റ് വന്നിരുന്നിട്ട് ഓടി. ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും പ്ലീസ്. നടക്കട്ടെ. ആരിത്? ഹായ് അക്ഷയ്. ഹായ്. സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? സൈഡ് സീറ്റിൽ ഇരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അന്ന് എനിക്കുണ്ട്. ആ ആ. ഇരിക്കുന്നില്ലേ? സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിച്ചപ്പോ എനിക്ക് വട്ടാന്ന് തോന്നിക്കാണോ അല്ലേ? ഇച്ചിരി. ഇവിടുന്ന് പുറത്തോട്ട് നോക്കിയാ പിന്നെ കണ്ണ് തുറന്ന് സ്വപ്നം കാണാൻ പറ്റും. ആരാ? അച്ഛനാ. എന്നും എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല. എന്നും വിളിക്കും? പണ്ടെന്നും വിളിക്കുമായിരുന്നു, ഇപ്പൊ വാട്സാപ്പായി. അപ്പോ ഇന്നലെ ഒക്കെ ടെക്സ്റ്റ് ചെയ്തത് വേറെ ആരെ? അച്ഛനെ തന്നെ. ഓ അച്ഛാ. നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ, പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ. ക്രിക്കറ്റ്, ക്യാരംസ്, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പ്യോസ്, ലൈഫ് ബോയ്, നരസിംഹം, തട്ടത്തിമറയത്ത്, മൂകരാവിൻ വിരൽ പാത തന്നിൽ ഇരുട്ട് പേടിയാലേ. ഞാൻ ഒരു സീക്രട്ട് പറയട്ടെ? തന്നേക്കാളും പേടിയായിരുന്നു ഇരുട്ടിനെ എനിക്ക്. പണ്ട് പവർ കട്ട് ആകുമ്പോ ഞാൻ കരഞ്ഞ് ബോൾ ഉണ്ടാക്കുമായിരുന്നു. കരഞ്ഞിട്ടില്ല, ഇച്ചിരി ബോൾ ഉണ്ടാക്കുമായിരുന്നു. എനിവേ, അങ്ങനെ ഒരു ദിവസം അച്ഛൻ എന്നെ മടി കയറ്റിയിരുത്തി ആകാശത്തിൽ നക്ഷത്രങ്ങളെ കാണിച്ചു. കാണാൻ പറ്റാത്തതിനെ പേടിക്കണ്ടോ? കാണാൻ പറ്റുന്നതിന്റെ ഭംഗി ആസ്വദിച്ചാൽ മതി.